നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് മോഹത്തിൻ്റെ കോർഡിനേറ്റേഴ്സാണ് അഞ്ജല, ശ്രീജേഷ് ആൻഡ് ശ്രീജേഷ്. ഇന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഓണാശംസകൾ. ഇന്നത്തെ സദ്യ, അതിനെക്കുറിച്ച് മാത്രമേ എല്ലാവർക്കും പറയാനുള്ളൂ. അത്ര രുചികരമായ ഗംഭീര സദ്യയായിരുന്നു. അതെങ്ങനെ സാധിച്ചു, അതൊന്ന് പറയാമോ? ഞങ്ങൾ എല്ലാ വർഷത്തെ പോലെ ഈ വർഷവും ഞങ്ങൾ കമ്മ്യൂണിറ്റി കിച്ചണാണ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ 800-ൽ പരം പേർക്കുള്ള സദ്യ ഞങ്ങൾ 26 വീടുകളിലാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. അവർക്കുള്ള ഫുഡിൻ്റെ എല്ലാ മെറ്റീരിയൽസും ഞങ്ങൾ ലീഡ്സ് അവിടെ എത്തിച്ച് അത് കുക്ക് ചെയ്ത് ഞങ്ങൾ 800 പേർക്ക് കേരളത്തിൽ ഓതൻറ്റിക് ആയിട്ടുള്ള ഫുഡാണ് ഞങ്ങൾ സെർവ് ചെയ്തിരിക്കുന്നത്. എല്ലാവരും സന്തുഷ്ടമായി സമ്പുഷ്ടമായത് കഴിച്ചെന്നാണ് വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും അതെല്ലാവരും അവിടെ പറയുണ്ടായി. അപ്പം ഇങ്ങനെയൊരു വലിയൊരു സംരംഭം നടക്കാൻ ഇതിൻ്റെ പുറകിൽ ഒരുപാട് വോളണ്ടിയേഴ്സ് വേണ്ടി വരും. ആ വോളണ്ടിയേഴ്സിനെ കുറിച്ചുള്ള ഒരു 2 വാക്ക്. ഉറപ്പായും. അതായത് മോഹത്തിൻ്റെ ഒരു വിജയം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ വളണ്ടിയേഴ്സാണ്. അതായത് സ്വയം മുന്നോട്ട് വരുന്ന, നമ്മൾ ഫോഴ്സ് ചെയ്യാതെ തന്നെ മുന്നോട്ട് വന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന നമ്മളെ വളണ്ടിയേഴ്സ്. അവരില്ലാതെ ഇതൊന്നും സാധ്യമല്ല. അപ്പോൾ ഈ ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഒരു വിജയം എന്ന് പറയുന്നത് ഈ ഒരു വളണ്ടിയേഴ്സ് ആണെന്ന് തന്നെ പറയാം. അതായത് മോഹത്തിൻ്റെ ഒരു വിജയം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ വളണ്ടിയേഴ്സാണ്. ഒരിക്കലും ഫോഴ്സ് ചെയ്യാതെ സ്വമനസാലെ മുന്നോട്ട് വന്ന് നമ്മുടെ ഓരോ കാര്യങ്ങളും ചെയ്തു തരുന്ന നമ്മുടെ വളണ്ടിയേഴ്സ്. ഈ ഒരു വളണ്ടിയേഴ്സിൻ്റെ ഒരു കൂട്ടായ്മയും യാതൊരു വലിപ്പ ചെറുപ്പവും ഇല്ലാതെ ഒത്തൊരുമയോടെയുള്ള ഈ ഒരു കൂട്ടായ്മയാണ് മോഹത്തിൻ്റെ ഒരു വിജയരഹസ്യം. അത് തന്നെയാണല്ലോ ഒരു ഓണത്തിൻ്റെ ഒരു ആത്യന്തികമായ സന്ദേശം എന്ന് പറയുന്നത്. പരസ്പരം സഹായിക്കുകയും സ്നേഹിക്കുകയും ചെയ്യാം. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു നല്ല ഓണം ഞങ്ങളെല്ലാവരും ആശംസിക്കുന്നു. നന്ദി.